എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിവാളം ബീച്ച് സമീപമാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നികുതിപ്പണം കൊണ്ട് 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇല്ലെങ്കിൽ ഇപ്പോഴൊരു പ്രയോജനമില്ലാത്ത ഒരു പാർക്കിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയ്ക്ക് ഇത്രയും നെഗറ്റീവ് അടിച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞതിന് കൂട്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള അരിവാളം ബീച്ചിലേക്ക് പോകുന്നൊരു പാലമാണ് ഇത്. ഇരുമ്പ് പാലമാണ്. ഇത് നോക്കി ദ്രവിച്ച് മൊത്തം പ്ലാറ്റ്ഫോം മൊത്തം പോയിട്ട് നല്ല വെയിറ്റുള്ള ഒരാൾ ചവിട്ടി കഴിഞ്ഞാൽ എപ്പോൾ ഈ TS കനാലിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തുരുമ്പ് പിടിച്ച് പാലം കുലുങ്ങിയിട്ട് നമ്മൾ പേടിച്ചാണ് പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ വെള്ളമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടാണ് കാണുന്നത്. തൊട്ട് താഴെ കനാലും കാണാം. ഒരു ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒരു നിർമ്മിതിയൊക്കെ കാണാം. ഈ ഒരു പാലത്തിൻ്റെ ഒരു അവസ്ഥ, ഈ ഒരു കടൽ സൈഡിൽ കൊണ്ട് ഇങ്ങനത്തെ പാലം വെച്ച് കഴിഞ്ഞാൽ അത് കടൽക്കാറ്റേറ്റിട്ട് ഉപ്പുകാറ്റേറ്റിട്ട് തുരുമ്പ് പിടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലും അറിയാതെയാണ് കൊണ്ട് വെച്ചതെന്ന് നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ ഇവിടെ വന്നിറങ്ങിക്കഴിയുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ഇതേ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആലോചിച്ച് അറിയാം. 2016 ഈ ഒരു ടൂറിസം പ്രൊജക്റ്റ് അരിവാളം ബീച്ചിൻ്റെ ഭാഗമായിട്ട് TS കനാലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ടൂറിസം വകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പക്ഷേ അതിന് ഇന്നത്തെ ഒരു കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയേറെ കഷ്ടം തോന്നും. ഏതാണ്ട് 1 കോടിയോളം രൂപ മുടക്കിയാണ് ഈ ഒരു പ്രൊജക്റ്റ് നിർമ്മിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വെറുതെ കുറച്ച് ഫണ്ട് ആൾക്കാർക്ക് പ്രയോജനമില്ലാതെ എങ്ങനെ ചെലവഴിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ബീച്ച്. പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറേ റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം സാമൂഹ്യ വിരുദ്ധരൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒന്നിനും കൊള്ളില്ല. ഫുള്ള് ബീഡിക്കുറ്റി കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുള്ളിൻ്റെ അത് കിടക്കുന്നത്. വലിയൊരു തുക ചിലവഴിച്ചിട്ട് ആൾക്കാർക്ക് പ്രയോജനമില്ലാതെ സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്ന പോലാണ് ഈ ഒരു സ്ഥലം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും കേട്ടോ. വർക്കല ഭാഗത്തു നിന്നൊക്കെ നിരവധി വിദേശ ടൂറിസ്റ്റുകളൊക്കെയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത്. അവരൊക്കെ ഇത് കണ്ടിട്ടാണ് പോകുന്നത്. ചിലർ ആ പാലത്തെ കയറാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു ലൈബ്രറി ആയിരുന്നെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പണ്ട് ഒരു ലൈബ്രറി ആയിരുന്നു തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയേ. ജനലും മൊത്തം അടിച്ചു പൊട്ടിച്ചകത്ത് മൊത്തം കുപ്പിയും വീടിക്കുറ്റിയും ആകെ ഭാഗം ഫുള്ള് നശിപ്പിച്ചിട്ടേക്കുമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെയുള്ള ആൾക്കാരായിരിക്കില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലും തൊട്ടടുത്തൊരു സ്ഥലം ഇങ്ങനെ വരുന്നത് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കില്ല. എന്തുവായാലും സെക്യൂരിറ്റിയും കൂടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശരിക്കും ഇത് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുവാണ്. വളരെയേറെ കഷ്ടം നമുക്ക് തോന്നുന്നുണ്ട്. ഏതാണ് നമ്മൾ പറഞ്ഞ പോലെ TS കനാല പദ്ധതി എന്ന് പറയുന്നത് ഒരു കോടികളോളം അടുത്ത് വരുന്ന ഒരു പദ്ധതിയാണ്. ഇത്ര രൂപ ചിലവഴിച്ച് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ലെങ്കിൽ വളരെയേറെ വിഷമമുള്ളൊരു കാര്യമാണ്. ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബീച്ച് നല്ല മനോഹരമായിട്ടൊരു ബീച്ചാണ്. നമ്മൾ ഈ രണ്ടാമത് ഈ ടൂറിസം വകുപ്പ് നടത്തിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് അതൊരു പ്രേത സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അത്രമാത്രം നിരുത്തരവാദിത്വപരമായ കാര്യങ്ങളാണ് ഇവർ കാണിച്ചേക്കുന്നത്. ഈ പദ്ധതികൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് പരിപാലിക്കുകയും വേണം. അങ്ങനെ യാതൊരു കാര്യം ഇവിടെ നടത്തിയിട്ടില്ല. നമ്മളെ പാലം തന്നെ കണ്ടായിരുന്നു. നമ്മൾ ഈ ഇവിടേക്ക് ബീച്ചിലേക്ക് ഈ പാർക്കിലേക്ക് ഇറങ്ങി വരുന്ന പാലം തന്നെ തുരുമ്പ് പിടിച്ച് ഒരു സാധാരണപ്പെട്ട മനുഷ്യനത് പേടിച്ചു പോകും. അത് അതുപോലെ തുരുമ്പാണ്. ഈ കാണുന്നത് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല. കാര്യം ലൈബ്രറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സെറ്റപ്പുകൾ ബെഞ്ചുകളൊക്കെ അവർ ചെയ്തു വെച്ചിരുന്നു. പിന്നെ കാണുന്നതിന് മുമ്പിലായിട്ട് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്തായിട്ട് TS കനാൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ കനാലിൽ കൂടെ ബോട്ടിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ ബീച്ചിനോടടുത്തല്ലേ അങ്ങനെ ഒരു ടൂറിസം പദ്ധതി ആയിരുന്നു ഇവർ ഉദ്ദേശിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ എന്തുവായാലും അതെല്ലാം നല്ല രീതിയിൽ പാളി പോയിട്ടുണ്ട്. വെറുതെ കൊണ്ട് കോടികളോളം രൂപ ഇവിടെ ചെലവഴിച്ചു എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഇവിടെ ഇപ്പോൾ ഒരാളെയും കാണുവാൻ സാധിക്കില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രം മാത്രമായി മാറുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കുറേയേറെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാട് മൂടിയ ഒരു അവസ്ഥയിലാണ്. കാട് മൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരു വൃത്തിയായിട്ടൊന്നുമല്ല കിടക്കുന്നത്. ബെഞ്ചുകളൊക്കെ അതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊന്നും കാണാൻ സാധിക്കില്ല. വെറുതെ ഇങ്ങനെ കുറേ നിർമ്മിതികൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധർക്ക് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആക്കി കൊടുത്തിരിക്കുന്നു. അതിനപ്പുറം ഈ ബീച്ചിലൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ബീച്ച് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ എന്താണ് പറയുക, ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും
ഇവിടെ ഇല്ല. അല്ലാതെ വൈകിട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനാണെങ്കിൽ മാത്രം ഇവിടേക്ക് വരിക. ഇതിനെക്കാട്ടിലും നല്ല ബീച്ചുകൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുവാണല്ലോ, തീരദേശ റോഡാണ്. അപ്പോൾ നല്ല സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പെരുമാതുറയൊക്കെ ഉണ്ട്, വർക്കല ഭാഗത്തൊക്കെ നല്ല ബീച്ചുകളുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് കടന്നു പോകുന്ന സമയങ്ങളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഇവിടെ കുറേയേറെ ഞാൻ പറഞ്ഞിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും. 6-7 വർഷമായിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. എന്തായാലും നമ്മുടെ അധികാരികൾക്ക് കഴിയുമെങ്കിൽ അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. ഇതിനൊരു മാറ്റം വരുത്തേണ്ടത് ഒരു ആവശ്യം കൂടിയാണ്. പൈസ ചിലവഴിക്കുന്നു എന്നതിൽ മാത്രം ഒരു കാര്യമല്ല, അതിനപ്പുറം അത് ആൾക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടും, ഇല്ലെങ്കിൽ അതെങ്ങനെ പരിപാലിക്കണം എന്ന കാര്യം കൂടെ നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അധികാരികളും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇവർ ഈ നിർമ്മാണ പ്രവർത്തികളൊന്നും നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് തന്നെയായിരിക്കും ഈ ബീച്ചിലൂടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം. നല്ലൊരു ബീച്ചാണ്, വളരെയേറെ ഭംഗിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് ഉണ്ടോ, ലൈറ്റൊക്കെ എല്ലാം തുരുമ്പ് പിടിച്ച്, ലൈറ്റൊന്നുമില്ല, എല്ലാം തുരുമ്പ് പിടിച്ചൊക്കെ മൊത്തം പോയതാണ്. നമ്മളെ ആദ്യം കണ്ട കെട്ടിടത്തിലൊക്കെയാണ് മീറ്റർ ബോക്സും കാര്യങ്ങളും വയറിങ്ങും എല്ലാം തകർന്നു പോയേക്കുവാണ്. അങ്ങനെ ആകെ നശിച്ച്, ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേഡിയം പോലൊക്കെ സംവിധാനങ്ങളുണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ച് ആകെ കുളമായിട്ട് കുറേ നിർമ്മാണ പ്രവൃത്തികൾ ആർക്ക് വേണ്ടി നടത്തി. ഒരു മനുഷ്യനും തിരിഞ്ഞ് നോക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്തോട്ട് വിദേശികളൊക്കെ ആ പാലത്തെ കയറാനൊക്കെ ശ്രമിച്ചിരുന്നു. അവർ കണ്ടിട്ട് അന്തം വിട്ടിട്ട് പോയി. ഈ കാണുന്നത് ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. നമ്മളെ ലൈബ്രറിയുടെ ഒരു അവസ്ഥ കാണിച്ചതുകൊണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥ അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണ്ടല്ലോ, ഇരുമ്പൊക്കെ മൊത്തം തുരുമ്പിച്ച് പോയേക്കുവാണ്, മൊത്തം പലതും അടർന്നു പോയിട്ടുണ്ട്. ചിലതൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതെല്ലാം വളരെ ഒരു കഷ്ടമായ അവസ്ഥയാണ്, ഒന്നും പരിപാലിക്കാത്ത വളരെയേറെ സങ്കടകരമായൊരവസ്ഥയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും നെഗറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മാത്രം ആണ് ഇത്രയും കുളമാക്കിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ബോട്ട് സർവീസിനൊക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു, അതൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും ഈ ഒരു കനാൽ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മണ്ണ് കടത്തെന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഒരു വിഷയം വാർത്തകളൊക്കെ വന്നിരുന്നു. അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും പരിപാലിക്കാതെ ഈ ഒരു ബീച്ച് ആകെ നശിപ്പിച്ചിട്ടേക്കാണ്. മനുഷ്യൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തി മാറ്റി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അടിപൊളി ഒരു ബീച്ചാണ്. കടൽ തീരം പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്ന ഒരു ഭംഗി, വളരെ ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നിർമ്മിച്ച നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ആകെ കുളമായിട്ടുള്ളത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ഇവർ പറഞ്ഞ പാർക്കിൻ്റെ കാര്യമല്ല. വളരെയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനിയെങ്കിലും ഈ മനോഹാരിത ആൾക്കാർക്ക് നല്ലപോലെ ആസ്വദിക്കാൻ അധികാരികൾ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തി അത് പരിപാലിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.